എല്ലാവർക്കും കൃഷ്ണാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പാൽപ്പായസമാണ്. നെല്ല് കുത്തിയ പച്ചരി വെച്ചിട്ടാണ് നമ്മൾ പാൽപ്പായസം ഇന്ന് തയ്യാറാക്കുന്നത്. അതിനു വേണ്ടിയിട്ട് 1/2 കിലോ പച്ചരി കഴുകി ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. 2 ലിറ്റർ കട്ടിപ്പാലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പഞ്ചസാര ഇട്ട് കാച്ചി വെച്ചിരിക്കുകയാണ്. ഏലക്ക, പഞ്ചസാര, അണ്ടിപ്പരിപ്പ്, നെയ്യ്, കിസ്മിസ്. ആദ്യം നമുക്ക് പായസം തയ്യാറാക്കാനായിട്ട് സ്റ്റൗ ഒന്ന് കത്തിച്ച് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. ഇനി നമുക്ക് ആദ്യം ഈ കാച്ചിയ പാല് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ ഞാൻ കാച്ചിയപ്പം പഞ്ചസാര ഇട്ടതാണ്. 3/4 കിലോ പഞ്ചസാരയാണ് നമ്മളിതിന് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ഡ്രെയിൻ ചെയ്ത് വെച്ച അരിയും കൂടെ ഇട്ടു കൊടുക്കാം. ഇനി നമുക്കിത് തിളച്ച് വരുന്നിടം വരെ നമുക്കിത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അടിക്കൊന്നും പിടിക്കാതിരിക്കാൻ. പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അരി നമുക്ക് കുറച്ച് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പാലൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് ഇളക്കി കൊടുക്കാം. അരി ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കിയിരിക്കുന്ന പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഉണ്ട്. പഞ്ചസാരയൊക്കെ ഇട്ടതിന് ശേഷം ദാണ്ടെ ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പാലൂടൊന്ന് ഒഴിച്ചു കൊടുത്ത് ഫ്ലെയിം സിമ്മിലിട്ടതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചൊരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇത് വേകുന്ന സമയം കൊണ്ട് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാൻ വേണ്ടി ഞാനൊരു ചെറിയ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം. മുന്തിരി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലോട്ട് കോരി മാറ്റാം. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പും കൂടി മൂപ്പിച്ചെടുക്കാം. അണ്ടിപ്പരിപ്പ് കൂടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി
അതിലേക്ക് മൂപ്പിച്ച് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരി പായസം തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെയുള്ള ബെല്ലൈക്കണൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഇനിയും നല്ല നല്ല വീഡിയോസുമായി വീണ്ടും